നമസ്കാരം. മന്ത്രി മുഹമ്മദ് റിയാസ് തിരുവനന്തപുരത്തെ കുത്തിപ്പൊളിച്ച റോഡുകൾ സന്ദർശിക്കാനായി എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ നാനാ ഭാഗങ്ങളിലും റോഡുകൾ കുത്തിപ്പൊളിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ റോഡുകളും, ഭൂരിപക്ഷ റോഡുകളും കുത്തിപ്പൊളിച്ചിട്ട സാഹചര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കട്ടറുകളെല്ലാം താണ്ടിക്കൊണ്ട് അദ്ദേഹം റോഡ് സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ എല്ലാ ജനങ്ങളും. നമുക്ക് മനസ്സിലാക്കാം, വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന നഗരമാണ്. തലസ്ഥാനമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന നഗരമാണ് ഈ തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻവശമുള്ള അയ്യങ്കാളി ഹാളിന് മുന്നിലാണ്. ഇവിടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡ് സന്ദർശിക്കാൻ. ഇവിടെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ പൈപ്പ് ലൈനൊക്കെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം അത് സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടിവെള്ള പൈപ്പ് ലൈനിലായി റോഡുകൾ കുത്തി പൊളിച്ചിട്ട അവസ്ഥയാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിന് മുന്നിലാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഗതാഗത വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളെല്ലാം തന്നെ ഈ പൈപ്പ് ലൈൻ ഇടാനുമായും മറ്റ് പ്രവർത്തികൾക്കുമായി എല്ലാം തന്നെ കുത്തി പൊളിച്ചിട്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. പല ഭാഗങ്ങളിലും ബ്ലോക്ക് അനുഭവപ്പെടുന്നു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു മാസമായി റോഡുകളെല്ലാം തന്നെ കുത്തിപ്പൊളിച്ചിട്ട അവസ്ഥയാണ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിലാണ്. അതായത് അയ്യങ്കാളി ഹാളിന് മുമ്പിലാണ്. റോഡുകളെല്ലാം തന്നെ കുത്തി പൊളിച്ചിട്ട അവസ്ഥയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഈ റോഡ് സൈഡിലെ നമുക്ക് മനസ്സിലാക്കും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുത്ത് റോഡുകൾ കുത്തിപ്പൊളിച്ചിരിക്കുന്നു.
ഡെപ്യൂട്ടി മേയർ നമുക്ക് മകൻ സൈഡ് ശാന്ത ഇടാം. ചീഫ് എഞ്ചിനീയറുടെ ആരുടെ അവിടുന്ന് മാറടാ. കാണാനൊരു ഗ്യാപ്പിട്ട് ഒരു സൈഡ് ഓക്കെ അല്ലേ? നഗര ഹൃദയത്തിലെ കടലാസ് കാണാൻ സഹകരിക്കില്ല. വേറെന്തെങ്കിലുമൊക്കെയാണ് കടലാസ് വെക്കാതെ പറയാം. അതൊക്കെ നോട്ട് ചെയ്ത് പറയേണ്ടത്. അപ്പം നഗര ഹൃദയത്തിലെ വളരെ പ്രധാനപ്പെട്ട റോഡാണ്. ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി ഇത് തുടർച്ചയായി റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി, അതുപോലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള KRFB, ഇപ്പോൾ
തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മന്ത്രിയും ഇവിടുത്തെ MLA, അങ്ങനെ MLA-മാരെല്ലാവരും അടങ്ങിയൊരു ടീമാണത് പൊതുവെ പരിശോധിക്കുന്നത്. ഈ ജില്ലയിലെ മന്ത്രിമാർക്കൊക്കെ വളരെ പോസിറ്റീവ് ഇതിനോട് സമീപനം സ്വീകരിച്ചു. അതുപോലെ തദ്ദേശ വകുപ്പ് മന്ത്രി, മറ്റ് സഹകരിക്കേണ്ട വകുപ്പുകളെല്ലാവരും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ചില തെറ്റായ രീതികളുണ്ടായിരുന്നു. RC ഡക്ട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടത് അപൂർണമായി മാറി. മറ്റ് പ്രവൃത്തി അതിൽ ചെയ്യാത്ത പ്രശ്നം വന്നു. ദീർഘകാലം ഇത് പ്രശ്നമായി വന്നു. ഗതാഗത യോഗ്യമല്ലാതിരുന്ന ഈ റോഡിൽ അത്യാവശ്യ മെയിൻ്റനൻസ് വർക്ക് അനിവാര്യമായി വന്നു. അങ്ങനെ അത് ഞങ്ങൾ ആലോചിച്ചു, അത്യാവശ്യ മെയിൻ്റനൻസ് വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. അങ്ങനെ ഗതാഗത യോഗ്യമാക്കി തൽക്കാലത്തേക്ക്. അങ്ങനെ ഒരു തീരുമാനമാണ് അന്ന് KRFC കൈക്കൊണ്ടത്. പിന്നെ അതുപോലെ തന്നെ സിവിൽ പ്രവൃത്തിയുണ്ട്, ഇലക്ട്രിക്കൽ പ്രവൃത്തിയുണ്ട്. അത് രണ്ടായി ടെൻഡർ ചെയ്തു. ആ ടെൻഡറിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നടപ്പിലാക്കി. ഓടയുടെ നിർമ്മാണം, അണ്ടർഗ്രൗണ്ട് പവർ ഡക്റ്റുകൾ സ്ഥാപിക്കൽ, ഇൻസ്പെക്ഷൻ ചേംബറുകൾ നിർമ്മിക്കുക, ഈ കുടിവെള്ള പൈപ്പ് അത് ഡക്റ്റുകളിൽ സ്ഥാപിക്കുക, അണ്ടർഗ്രൗണ്ട് സ്ഥാപിക്കുക, RC ഡക്റ്റുകളുടെ നിർമ്മാണം, 10 മീറ്റർ വീതിയിൽ DBM BC ഉപയോഗിച്ച് റോഡ് സർഫസിംഗ്. ഇത് നമുക്ക് റോഡ് നിർമ്മാണത്തിന് പുറമെ മാനവീയം വീതി മോഡൽ ബ്യൂട്ടിഫിക്കേഷൻ നടത്താൻ തീരുമാനിച്ചു. അപ്പം അതും ഇതിനോടൊപ്പം ചേർന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതോടെ നഗരത്തിലുള്ളവർക്ക് വരാനും ഇവിടെ ഒക്കെ സമയം ചെലവഴിക്കാനൊക്കെ പറ്റുന്ന നിലയിലേക്ക് റോഡിനെ മാറ്റുക. അത് 4 സോണുകളായി തിരിച്ച് പുതുതായി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി കൂടി ഞാൻ പറയുകയാണ്. 4 സോണുകളായി തിരിച്ച് ആളുകൾക്ക് ഇവിടെ കുറേ സമയം ചെലവഴിക്കാൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗം സോണോ, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഇപ്പുറം സോൺ, ഈ അയ്യങ്കാളി ഹോളിൻ്റെ ഭാഗം സോൺ 3, 4 ഇങ്ങനെയാണ്. ഇതിൽ സോൺ 1 കോബിൾ സ്റ്റോൺ, അതിപ്പോൾ നിങ്ങളവിടെ കണ്ടു, അത് ആൻറ്റി സ്കിഡ് ടൈൽസ് സ്ഥാപിക്കുക, ആളുകൾക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന നിലയിലാണ്. ഈ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റർ ബോക്സ്, EV ചാർജിങ് ഏരിയ, സ്മാർട്ട് പാക്ക്ലേറ്റ്, അതുപോലെ തന്നെ സ്മാർട്ട് വെൻഡിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള 4 സ്ഥലങ്ങൾ. മാനവീയ വീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് പോസ്റ്റ് ടോപ്പ് ലാമ്പ്സ്, അതുപോലെയുള്ള ലാമ്പ്. സോൺ 2 ഇതുപോലെ ആൻറ്റി സ്കിഡ് ടൈൽ സ്ഥാപിക്കും. മരങ്ങൾക്ക് ചുറ്റും ഇരിക്കാനുള്ള സൗകര്യം, നിങ്ങൾക്കൊക്കെ തന്നെ തിരക്കുള്ള ജോലിക്കിടയിൽ ഇരിക്കാൻ വേണ്ടി പറ്റും, ഇരിക്കാനുള്ള സൗകര്യം വരും. പ്ലാൻ ബോക്സസ്, ഇരിപ്പിടങ്ങൾ, വീൽ ചെയർ സൗകര്യം ഒരുക്കുക, അത് ഡിസേബിൾഡ് ഫ്രണ്ട്ലി കൂടി ആക്കി മാറ്റാനുള്ള കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ബസ് ഷെൽട്ടർ, ബൈസിക്കിൾ പോയിന്റ്, സ്മാർട്ട് ടോയ്ലറ്റുകൾ, LED ഇൻട്രാക്റ്റീവ് ഫ്ലോർ, വോളാട്ട് ലൈറ്റ്. സോൺ 3 ഇതുപോലെ തന്നെ ആൻറ്റി സ്കിഡ്, കോബിൾ സ്റ്റോൺസ്, ഇരിപ്പിടങ്ങൾ, മറ്റ് നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നില്ല. അതിന് പുറമെ ഈ മോഷൻ സെൻസിങ് ടൈൽ, പിന്നെ കോയ് ഫിഷ് ഡ്രൈ, ഗാലറി സീറ്റിംഗ്, പിന്നെ നേരത്തെ പറഞ്ഞു അതുപോലെ ഇൻഫോർമേഷൻ ബോർഡ്സ് കൂടി അവിടെ ഉണ്ടാകും. സോൺ 3 സോൺ 4 നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഒക്കെയാണ് ഉള്ളത്. അങ്ങനെ അതിൽ ട്രാഫിക് ഐലൻഡ് സിറ്റിംഗ് സൗകര്യം അതിൻ്റെ അടുത്ത്, ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ ഉണ്ടാകും. ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ മാതൃകാപരമായി ഇടപെട്ടു. മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായി ഞങ്ങൾ നടത്തുന്ന ഈ റിവ്യൂ യോഗങ്ങൾ എല്ലാ നിലയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതി അഭിനന്ദിക്കുന്നു. അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ഒരു ടീമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടുത്തെ ഇതിലെ പല റോഡുകളും വരുന്ന സ്ഥലത്തെ MLA കൂടിയാണ് നമ്മുടെ മുൻ മന്ത്രിയായ ശ്രീ ആന്റണി രാജു. അദ്ദേഹവും ഇത് പൂർണ്ണമായി നിന്ന് കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട്. ഇതിൽ 12 സ്മാർട്ട് റോഡുകൾ, അത് 2 റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാണ്. മറ്റ് 10 റോഡുകൾ മാർച്ച് മാസം 31 മുമ്പ് ഗതാഗത യോഗ്യമാണ്. KRFB റീസർഫസിംഗ് നടത്തുന്ന 28 റോഡുകൾ, നമുക്കറിയാം നഗരത്തിലെ റോഡുകളിലൊക്കെ കൂടി സൗകര്യം ഫലപ്രദമാക്കാൻ
അതിൽ 13 റോഡുകളിലെ BC പ്രവൃത്തി പൂർത്തിയാക്കി. ഇപ്പോൾ വാഹനങ്ങൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ സമയബന്ധിതമായിട്ടാണ് പൂർത്തിയാക്കി. സമയബന്ധിതം അല്ല, സമയത്തിന് ഇത്തിരി മുമ്പ് പൂർത്തിയാക്കി. പബ്ലിക് ലൈബ്രറി, നന്ദാവനം റോഡ്, മാഞ്ഞാലിക്കുള റോഡ്, അരിസ്റ്റോ റോഡ്, ഗണപതി കോവിൽ റോഡ്, പുന്നൻ റോഡ് തുടങ്ങിയ റോഡുകളിൽ BC പ്രവൃത്തി പൂർത്തിയാക്കി. പിന്നെ താഴെ പറയുന്ന റോഡുകൾ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന റോഡുകളുടെയും കൂടി BC പ്രവൃത്തി പൂർത്തി. SMSM ഗവൺമെൻറ് പ്രസ് റോഡ്, കരുണാകരൻ സപ്തതി റോഡ്, ആനിമൽ സ്ക്രീൻ ബേക്കറി റോഡ്, പുളിമൂന്ന് റെസിഡൻസി റോഡ്, ഹൗസിംഗ് ബോർഡ് റോഡ്, അതുപോലെ മോഡൽ സ്കൂൾ റോഡ്, ആയുർവേദ കോളേജ്, ഓൾഡ് GPO റോഡ്, സെൻട്രൽ തിയേറ്റർ റോഡ്, പഴവങ്ങാട്, വെസ്റ്റ് ഫോർട്ട്, പത്മവിലാസം റോഡ്, ഇങ്ങനെയുള്ള റോഡുകൾ അവിടെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനാവും. ഈ റോഡ് നമുക്ക് മാർച്ച് 1-ാം തീയതിക്ക് മുമ്പ് നമുക്ക് തുറന്നു കൊടുക്കാനാകുന്ന സ്ഥിതിയുണ്ടാവും. ഇവിടെ കുറച്ചുകൂടി പ്രവൃത്തി വേഗത്തിലാക്കാനുള്ള ചില കാര്യങ്ങൾ ആലോചിക്കാൻ ബഹുമാനപ്പെട്ട മേയറും നമ്മുടെ സ്ഥല MLA കൂടെ മുൻ മന്ത്രിയും കൂടി ചില കാര്യങ്ങൾക്ക് ശേഷം പോലീസുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ട്രാഫിക് പോലീസുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ജില്ലയിലെ മന്ത്രിമാരുമായിട്ടും അവർ ആലോചിക്കുന്നുണ്ട്. ആ തീരുമാനങ്ങൾ പിന്നീട് ആലോചിച്ച് അവർ പറയും. അത് വേഗത്തിലാക്കാനാണ്. പ്രവൃത്തി ഇപ്പോഴും വേഗത്തിലാണ്, ഒന്നുകൂടി വേഗത്തിലാക്കാനാണ്. ഇപ്പോൾ നല്ല നിലയിൽ തൊഴിലാളികളൊക്കെ തന്നെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടാണ് നടക്കുന്നത്. സ്തംഭിച്ചു നിന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. എല്ലാവരും ഒരുമിച്ച് വർഷങ്ങളായി സ്തംഭിച്ചു നിന്ന പ്രവൃത്തി. അപ്പോൾ അതിൽ നിങ്ങൾ നന്നായി സഹകരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല നിലയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനിയും ശ്രദ്ധപ്പെടുത്തണം. നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ റോഡുകൾ യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം നഗരം എങ്ങനെ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളിപ്പോൾ എടുത്തു വെക്കണം. പഴയ വീഡിയോ നിങ്ങളിലൊക്കെ ഉണ്ടാവും. പഴയ വീഡിയോ യാഥാർത്ഥ്യമായ വീഡിയോ വെച്ചുകൊണ്ടൊരു നന്നായി വാർത്ത കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ നടത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നഗരം ആകെ മാറാൻ വേണ്ടി പോകും. അത് എല്ലാവരും ചേർന്നുകൊണ്ടാണ്. സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തിരുവനന്തപുരം കോർപ്പറേഷൻ, ജനപ്രതിനിധികൾ എല്ലാവരും ഇപ്പോൾ ഈ പ്രവൃത്തിയോട്, സ്മാർട്ട് സിറ്റിയുടെ പ്രവൃത്തി, KRFB പ്രവൃത്തിയോട് സഹകരിച്ചു. എല്ലാവരും ഒരു ടീമായി നിന്നു. അതിൻ്റെ വിജയമാണ്. ജനങ്ങളെല്ലാ നിലയിലും സഹകരിച്ചു. പല നിലയിലും ജനങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കാനൊക്കെ പലരും ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഏശിയില്ല. ജനങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. റോഡ് പണി നടക്കണമെങ്കിൽ എന്തായാലും ആകാശത്ത് നടത്താൻ പറ്റില്ല, എവിടെ നടത്താൻ പറ്റില്ല. അത് സമയബന്ധിതമായി മഴയ്ക്ക് മുമ്പ് നടത്തണം എന്നുള്ളതാണ്. ഈ റോഡിൻ്റെ പ്രവൃത്തിയും മറ്റു റോഡുകളുടെ പ്രവൃത്തിയും ഞങ്ങൾ ആ നിലയിൽ തന്നെയാണ് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഇതുപോലെ റിവ്യൂ ഉണ്ട്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നു. എല്ലാ രാത്രികളിലും ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ആളുകൾ വന്ന് ഒരു ദിവസം ഉദ്ദേശിച്ച വർക്ക് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ചീഫ് എഞ്ചിനീയർ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. ചീഫ് എഞ്ചിനീയർ ഇവിടെ ഉണ്ട്. അദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന പറയുമ്പോൾ എല്ലാ ദിവസവും രാത്രി, തിരുവനന്തപുരം ഉള്ള ദിവസം മുഴുവൻ രാത്രി അദ്ദേഹം ഇവിടെ വന്ന് നോക്കി ഞങ്ങൾക്ക് റിപ്പോർട്ട് തരികയാണ്. അതൊരു കഠിന അധ്വാനമാണ്. അപ്പോൾ ആ നിലയിൽ ഈ വർക്ക് ഇനിയും മുന്നോട്ട് പോകും. ഈ റോഡ് മാർച്ച് 1-ന് മുമ്പ് തന്നെ, മാർച്ച് 1-ന് തന്നെ നമുക്ക് പൂർത്തീകരിക്കാനാകുമെന്നാണ് കരുതുന്നത്. ബാക്കി റോഡുകൾ മാർച്ച് 31. പിന്നെ ഇതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് അതിന് ശേഷം. അതെ, മാനവീയ മോഡൽ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് റോഡ് പ്രവൃത്തി കഴിഞ്ഞ് ബ്യൂട്ടിഫിക്കേഷൻ പ്രവൃത്തി നടക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും. എല്ലാവരും, നാട്ടിലുള്ള എല്ലാവരും. താങ്ക് യു. മെയിൻ്റനൻസ് കൂടെ അതെ, അത് നമുക്ക് പരിശോധിക്കാം. മാനവീയത്തിലെ ടോയ്ലറ്റൊക്കെ പോയി നോക്കിയാൽ അത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ മെയിൻ്റനൻസിന് ഒരു പീരീഡ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ അതൊന്ന് പരിശോധിക്കാം. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലെത്തണം. കാരണം പുറത്തേക്ക് വന്നതിന് ശേഷം പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ മുന്നണിയിലോ വിശ്വസിക്കുന്ന, പ്രവർത്തിക്കുന്ന, വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മാത്രമല്ല, എല്ലാവരും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുക. ഹോൾ സ്റ്റേറ്റ് ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരും, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരും, LDFനും UDFനും BJPക്കും മറ്റ്
Don't worry, contact with us. കൂടാതെ ആര്യ രാജേന്ദ്രൻ ഡെപ്യൂട്ടി മേയർ എന്നിവരാണ് ഇപ്പോൾ മാർച്ച് 1-ാം തീയതിയോടുകൂടി ഈ റോഡ് നവീകരിക്കുമെന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് എന്തായാലും കഴിഞ്ഞ കുറച്ച് മാസം